Hi, good day all. NEPTON software സൊല്യൂഷനിലെ ആക്രോബിസ് പ്രൈമിലെ അടുത്തൊരു ഫീച്ചറിനെ പരിചയപ്പെടുത്തുന്ന ഹായ് ഗുഡ് ഡേ ഓൾ. NEPTON software സൊല്യൂഷനിലെ ആക്രോബിസ് പ്രൈമിലെ അടുത്തൊരു ഫീച്ചറിനെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണത്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് മൾട്ടിപ്പിൾ വെയർഹൗസ് പ്രിന്റിംഗ് എന്നുള്ളൊരു ഫീച്ചറിനെ കുറിച്ചാണ്. ഈ ഫീച്ചർ എന്തിനാണെന്ന് നോക്കാം. ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിനകത്തും എല്ലാ ഇൻവെന്ററികളും ഒരു ലൊക്കേഷനിൽ കീപ്പ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. സോ നിങ്ങളൊരു സാനിറ്ററി ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങൾ സ്റ്റുഡിയോ ചെയ്യുന്ന ആളാണെങ്കിൽ, ഇവിടെ വന്ന കസ്റ്റമേഴ്സ് കുറച്ച് ഐറ്റംസ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ, കുറച്ച് പാർട്ടുകൾ മാത്രമേ, ഐറ്റംസ് മാത്രമേ ഷോറൂമിനകത്ത് ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾ വേറൊരു വെയർ ഹൗസിനകത്ത് അല്ലെങ്കിൽ അനദർ വെയർ ഹൗസിനകത്തൊക്കെ ആയിരിക്കും ഇതിന്റെ ഐറ്റംസ് ഉണ്ടാവുക. സോ ജനറലി ഈ ഷോറൂം മാനേജേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് കൊടുക്കുന്ന ഇൻവോയ്സിന്റെ കൂടെ തന്നെ പാക്കിംഗ് ലിസ്റ്റ് പ്രിന്റ് ചെയ്യുകയും ഈ പാക്കിംഗ് ലിസ്റ്റ് വീണ്ടും എടുത്തിട്ട് മാനുവലായിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഓരോ വെയർ ഹൗസിലുള്ള ഐറ്റംസ് ഇവര് മാനുവലായിട്ട് എഡിറ്റ് ചെയ്തിട്ട് അവിടുന്ന് ബൈഫർക്കേറ്റ് ചെയ്തിട്ട് വേണം ഓരോ വെയർ ഹൗസിലേക്കും കൊടുക്കാനായിട്ട്. ഇതൊരു കസ്റ്റമർ 50 ഐറ്റം അല്ലെങ്കിൽ 100 ഐറ്റംസ് ഒക്കെ ഒന്നിച്ച് വാങ്ങിക്കുന്ന സമയത്ത് ഇത് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ടൈം കൺസ്യൂമിങ് ടാസ്ക് തന്നെയാണ്. കാരണം ഈ ഓരോ ഐറ്റംസ് ഏതൊക്കെ വെയർ ഹൗസിനകത്താണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യണോ, അല്ലെങ്കിൽ മാനുവലായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് വേണം ആ ഇൻവെന്ററി കൺട്രോളർ എടുത്ത് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്ക് കൺട്രോളർ എടുത്തേക്ക് ഇത് കൊടുത്തു വിടാൻ. ഈ ഒരു ഇൻകൺവീനിയൻസ് മാറ്റി നിർത്തിക്കൊണ്ട് ഒരൊറ്റ ഇൻവോയ്സിനകത്ത് തന്നെ മൾട്ടിപ്പിൾ പ്രിന്റ്സ്, പാക്കിംഗ് ലിസ്റ്റുകൾ പ്രിന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആക്രോബിസിനകത്ത് ഒരു മോഡൽ ഇൻവോയ്സ് ചെയ്യുകയാണ്. ഇവിടെ ഞാനൊരു കസ്റ്റമർ ഇവിടെ സെലക്ട് ചെയ്തു. ഈ കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് ടേബിൾ ആൻഡ് ചെയർ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇലിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഐറ്റം മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. സോ ഐ എം ഡൂയിങ് ടേബിൾ. ഈ ടേബിൾ എന്ന് പറയുന്നത് എൻ്റെ വെയർ ഹൗസിനകത്താണുള്ളത്. സോ ഞാൻ വെയർ ഹൗസ് ഇവിടെ സെലക്ട് ചെയ്തു. ഇനി ഇദ്ദേഹത്തിന് ചെയർ വേണം. ചെയർ ഉള്ളത് എൻ്റെ ഷോറൂം ഡിസ്പ്ലേക്കകത്ത് തന്നെ ചെയർ ഉണ്ട്. സോ ഇത് ഷോറൂം എന്നുള്ള ഇൻവെന്ററി കൺട്രോളർ അടുത്തേക്കാണിത് പോവേണ്ടത്. ഇനി ഞാനിത് പ്രിന്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇതിനകത്ത് ഗേറ്റ് പാസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ടിക്ക് ഓൺ ചെയ്യുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ 3 പ്രിന്റുകളായിട്ടാണ് ഇപ്പോൾ ഇത് വരുന്നത്. ഫസ്റ്റ് കോപ്പി കസ്റ്റമർക്കുള്ള ടാക്സ് ഇൻവോയ്സ് ആണ്. നെക്സ്റ്റ് കോപ്പി കാണിക്കുന്നത് നിങ്ങൾ വെയർ ഹൗസ് 1 സ്റ്റോക്ക് ലൊക്കേഷൻ 1, അതായത് ഷോറൂമിനകത്താണ് ചെയർ ഉള്ളത്. അപ്പോൾ ചെയർ എന്നുള്ളത് ഷോറൂമിനകത്തുള്ളതായതുകൊണ്ട് അത് അവിടെ ആ ഒരു ഇൻവെന്ററി കൺട്രോളറുടെ ലിസ്റ്റിലേക്ക് ചെയർ എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. അടുത്ത പ്രിന്റ് ഔട്ടിനകത്ത് വെയർ ഹൗസ് എന്നുള്ള ലൊക്കേഷനാണ് കാണിക്കുക, അവിടെയാണ് ടേബിൾ ഉള്ളത്.